കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ലോണം പഠിച്ചോളണം. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ എഴുതിയവർക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴേ നല്ലോണം പഠിച്ചോളണം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള രീതികൾ. There are mainly three methods for collecting primary data. ഒന്ന് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, രണ്ട് ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്, മൂന്ന് മെയിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡ്. വാട്ട് ആർ ദ മെത്തേഡ്സ്? പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്, മെയിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡ്. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. What is personal interview method? In this method, the investigator has to be face to face with the person from whom he want information. മലയാളത്തില് ആരിൽ നിന്നാണോ വിവരങ്ങൾ അറിയേണ്ടത് അയാളെ പിടിച്ച് മുഖാമുഖം ഇരുത്തി ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാക്ക് ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂ. വാട്ട് ഇസ് പേഴ്സണൽ ഇന്റർവ്യൂ? ഇൻ ദിസ് മെത്തേഡ് investigator has to be face to face with the person from whom he want information. മലയാളത്തില് ആരിൽ നിന്നാണോ വിവരങ്ങൾ അറിയേണ്ടത് അയാളെ പിടിച്ച് മുഖാമുഖം വരുത്തി ചോദിക്കുന്നു. ഇതാണ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ? ഇൻ ദിസ് മെത്തേഡ് the investigator has to be face to face with the person from whom he want information. മലയാളത്തില് ആരിൽ നിന്നാണോ വിവരങ്ങൾ അറിയേണ്ടത് അയാളെ പിടിച്ച് മുഖാമുഖം എത്തി ചോദിക്കുന്നു. അപ്പൊ വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ? ഇൻ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ബി ഫേസ് ടു ഫേസ് വിത്ത് ദ പേഴ്സൺ ഫ്രം ഹും ഹി വാണ്ട് ഇൻഫർമേഷൻ. ഈ മെത്തേഡിന്റെ പ്രത്യേകത, ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്ട്ലി കളക്ട് ദ ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റ് എന്നാൾ പറഞ്ഞിട്ടുണ്ട്. ആരാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് അവന്റെ പേരാണ് റെസ്പോണ്ടന്റ്. ആരാണോ ഈ വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് അവന്റെ പേര് ഇൻവെസ്റ്റിഗേറ്റർ. ആരാണോ വെളിയിൽ പോയി ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത് അവന്റെ പേര് എന്യൂമറേറ്റർ. കഴിഞ്ഞ ദിവസം പഠിച്ച ഓർമ്മയുണ്ടാവും. അപ്പം വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ? ഇൻ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ബി ഫേസ് ടു ഫേസ് വിത്ത് ദ പേഴ്സൺ from whom he want information. In this method, investigator directly collect the information from respondent. റെസ്പോണ്ടന്റുമായിട്ട് നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റർ പോയി കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ. The presence of investigator is necessary for this method. ഈ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററുടെ സാന്നിധ്യം കൂടിയേ തീരൂ. അപ്പൊ വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ? ഇത്രയേ ഉള്ളൂ. What is personal interview? Under this method, investigator has to be face to face with the person from whom he want information. മലയാളത്തില് ആരിൽ നിന്നാണോ വിവരങ്ങൾ അറിയേണ്ടത് അയാളെ പിടിച്ച് മുഖാമുഖം ഇരുത്തി ചോദിക്കുന്നതിനാണ് ഈ വാക്ക് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. ഈ മെത്തേഡിന്റെ രണ്ട് പ്രത്യേകത, ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്ട്ലി കളക്ട് ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിനോട് നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നു ആര്? ഇൻവെസ്റ്റിഗേറ്റർ. അതുകൊണ്ട് ദ പ്രസൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ ഈസ് നെസസറി ഫോർ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് ഇൻവെസ്റ്റിഗേറ്ററുടെ സാന്നിധ്യം കൂടിയേ തീരൂ. അപ്പൊ വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ? എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ? ഇൻ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ബി ഫേസ് ടു ഫേസ് വിത്ത് ദ പേഴ്സൺ from whom he want information. The investigator directly collect the information from respondent. The presence of investigator is necessary for this method. What is personal interview? Under personal interview method, the investigator has to be face to face with the person from whom he want information. Investigator directly collect information from respondent. Investigator നേരിട്ട് പോയി റെസ്പോണ്ടന്റിനോട് ചോദിച്ചറിയുന്നു. അതുകൊണ്ട് the presence of investigator is necessary for using this method.
ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് ഇൻവെസ്റ്റിഗേറ്ററുടെ സാന്നിധ്യം കൂടിയേ തീരൂ. അപ്പൊ വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ മനസ്സിലായി കാണും. പറഞ്ഞു വയ്ക്കാണ്, ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ബി ഫേസ് ടു ഫേസ് വിത്ത് ദ പേഴ്സൺ ഫ്രം ഹും ഹി വാണ്ട് ഇൻഫർമേഷൻ. ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്ട്ലി കളക്ട് information from respondent. The presence of investigator is necessary for this method. What are the merits and demerits of personal interview method? Personal interview methodന്റെ ഗുണങ്ങൾ എന്ത്, ദോഷങ്ങൾ എന്ത്? ആദ്യം നമ്മൾ പഠിക്കുന്നു ഗുണങ്ങൾ. That is merit. 1. More accurate and also more clear data or reliable data. ഇങ്ങനെ പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റ ആയതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ്, വളരെ കറക്റ്റ് ആയത്, വളരെ കൃത്യമായതായിരിക്കും. ആൻഡ് ആൽസോ അതുകൊണ്ട് റിലയബിൾ. മോർ റിലയബിൾ മീൻസ് വിശ്വസനീയം. അപ്പൊ രണ്ട് വാക്കുകൾ, ആക്യുറേറ്റ് വേറെ വാക്ക് കറക്റ്റ്, റിലയബിൾ വിശ്വസനീയം, റിലയബിൾ. അപ്പൊ വാട്ട് ഈസ് മെറിറ്റ് 1? മോർ ആക്യുറേറ്റ് ആൻഡ് ആൽസോ മോർ റിലയബിൾ ഡേറ്റ. 2. ഹൈ റെസ്പോണ്ടന്റ് റേറ്റ്, ഉയർന്ന പ്രതികരണം ഉണ്ടാകുന്ന മെത്തേഡാണ്. 3. ഇറ്റ് ഹെൽപ്പ് ടു യൂസ് ആൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതിനകത്ത് എല്ലാത്തരം ചോദ്യങ്ങളും ചോദിച്ച ഉത്തരങ്ങൾ അറിയാൻ പറ്റുന്നു. 4. ഇറ്റ് ഹെൽപ്പ് ടു ക്ലിയർ ദ ഡൗട്ട് ഓഫ് ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റിന് ഉണ്ടാകുന്ന എല്ലാത്തരം സംശയങ്ങളും ക്ലിയർ ആക്കുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കപ്പെടുന്നു. വാട്ട് ആർ ദ മെറിറ്റ്സ്? 4. 1. The data are more accurate and also more reliable. 2. High response rate, ഉയർന്ന പ്രതികരണക്ഷമത ഉണ്ടാവും. 3. It help to use all types of questions, ഇതിനകത്ത് എല്ലാത്തരം ചോദ്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. 4. It help to clear doubts of the respondent, റെസ്പോണ്ടന്റിന് ഉണ്ടാവുന്ന എല്ലാത്തരം ചോദ്യങ്ങളും ക്ലിയർ ആക്കപ്പെടുന്നു. ഇങ്ങനെ 3 മെറിറ്റ്, 4 മെറിറ്റ്. 1. മോർ ആക്യുറേറ്റ് ആൻഡ് ആൽസോ മോർ റിലയബിൾ. 2. ഇറ്റ് ഹൈ റെസ്പോൺസ് റേറ്റ്. 3. ഇറ്റ് ഹെൽപ്പ് ടു യൂസ് ആൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. 4. ഇറ്റ് ഹെൽപ്പ് ടു ക്ലിയർ ഡൗട്ട്സ് ഓഫ് ദ റെസ്പോണ്ടന്റ്. അപ്പൊ വാട്ട് ഈസ് പ്രൈമറി ഡേറ്റ? വാട്ട് ആർ ദ മെത്തേഡ്സിൽ? 1. പേഴ്സണൽ ഇന്റർവ്യൂ. ഇവിടെ വരെ ഒന്നുകൂടെ പഠിക്കും. The word personal interview means the investigator has to be face to face with the person from whom he wanted information. Investigator directly collect information from respondent. Presence of investigator is necessary for this method. What are the merits? 1. More accurate and also more reliable data. 2. High response rate. 3. It help to use all types of questions. 4. It help to clear the doubts of the respondent. More clear data കിട്ടും and also more reliable data. വിശ്വസനീയവും കൃത്യവുമായ ഡേറ്റകൾ. 2. ഉയർന്ന പ്രതികരണക്ഷമത ഉണ്ടാകുന്നു, അതിന്റെ പേര് റെസ്പോൺസ് റേറ്റ്. 3. It help to use all types of questions, എല്ലാവിധ ചോദ്യങ്ങളും ഈ മെത്തേഡിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നു. 4. ഇറ്റ് ഹെൽപ്പ് ടു ക്ലിയർ ദ ഡൗട്ട്സ് ഓഫ് ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റ് ഉണ്ടായേക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കാൻ പറ്റുന്നു. വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? 1. മോർ എക്സ്പെൻസീവ്, ഏറ്റവും ചെലവേറിയ ഡേറ്റ ആകുന്നു. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോകുന്നതുകൊണ്ട് ചെലവേറിയതാവാം. 2. ടൈം ടേക്കിംഗ്, ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. 3. ഇറ്റ് നീഡ്, ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് മോർ ട്രെയിൻഡ് പേഴ്സൺസ്, സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളുകൾ ആവശ്യമായി വരുന്നു. അതതിന്റെ മൂന്നാമത്തെ ഡിമെറിറ്റ്. 4. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. വാട്ട് ആർ ദ ഡിമെറിറ്റ്സ്? 1. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് മീൻസ് മോർ കോസ്റ്റ്ലി. 2. ഇറ്റ് നീഡ് മോർ ടൈം, അതിന് ടൈം ടേക്കിംഗ്. 3. ഇറ്റ് നീഡ് മോർ ട്രെയിൻഡ് പേഴ്സൺസ്, ഇതിന് സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളുകൾ കൂടിയേ തീരൂ. 4. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാനുള്ള അവസരങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുന്നു. ഇത്രയാണ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. നല്ലതുപോലെ പഠിച്ചോളണം. വാട്ട് ഈസ് പേഴ്സണൽ ഇന്റർവ്യൂ എന്നുള്ള പറയാം. പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് investigator has to be face to face with the person from whom
he want information. ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ വിവരങ്ങൾ കിട്ടേണ്ടത് അയാളെ പിടിച്ച് മുഖാമുഖം ഇരുത്തി ചോദിക്കുന്നു. അതിനാണ് പേഴ്സണൽ ഇന്റർവ്യൂ. ഈ മെത്തേഡിന്റെ രണ്ട് പ്രത്യേകത: ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്ട്ലി കളക്ട് ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടന്റ്. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയി റെസ്പോണ്ടന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ അറിയുന്നു. The presence of investigator is necessary for this method. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് ഇൻവെസ്റ്റിഗേറ്ററുടെ സാന്നിധ്യം കൂടിയേ തീരൂ. വാട്ട് ആർ ദ മെറിറ്റ്സ്? ഒന്ന്, it is more accurate and also more reliable data. 2, high response rate. 3, it helps to use all types of questions. 4, it helps to clear doubt of the respondent. എല്ലാവർക്കും അറിയാം, ഇതിലൂടെ കിട്ടുന്ന ഡേറ്റകൾ എപ്പോഴും ക്ലിയർ ആണ് and also reliable. കൃത്യമായിരിക്കും, വിശ്വസനീയമായിരിക്കും. 2, ഹൈ റെസ്പോൺസ് റേറ്റ്, ഉയർന്ന പ്രതികരണക്ഷമത ഉണ്ടാവുന്നു. 3, ഇറ്റ് ഹെൽപ്പ് ടു യൂസ് ആൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ മെത്തേഡ് അകത്ത് എല്ലാത്തരം ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റുന്നു. 4, ഇറ്റ് ഹെൽപ്പ് ടു ക്ലിയർ ദ ഡൗട്ട് ഓഫ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന് ഉണ്ടാകാവുന്ന എല്ലാ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ സംശയങ്ങളും ഇതിനകത്ത് ക്ലിയർ ചെയ്യപ്പെടുന്നു. വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? മോർ എക്സ്പെൻസീവ്, ഇത് കൂടുതൽ ചെലവേറിയതാണ്. വേറെ വാക്ക് മോർ കോസ്റ്റ്ലി. 2, ടൈം ടേക്കിംഗ് മീൻസ് ടൈം കൺസ്യൂമിംഗ്, ഇതിന് കൂടുതൽ സമയം വേണം. 3, ഇറ്റ് നീഡ് മോർ ട്രെയിൻഡ് പേഴ്സൺസ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളുകൾ വേണം. 4, പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് ഇത്രയാണ്. ആദ്യം വാട്ട് ഈസ് ദ വേർഡ് മീനിങ്, പിന്നെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. എല്ലാവരും ഒന്നും അറിയുക നോക്കിക്കോളി. രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് ടെലിഫോൺ ഇന്റർവ്യൂ. ടെലിഫോൺ ഇന്റർവ്യൂ ഈസ് എ മോഡേൺ മെത്തേഡ് ഫോർ കളക്ടിംഗ് പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ആധുനികമായ രീതിയാണ് ടെലിഫോൺ ഇന്റർവ്യൂ. ടെലിഫോൺ ഇന്റർവ്യൂ ഈസ് എ മോഡേൺ മെത്തേഡ് ഫോർ കളക്ടിംഗ് പ്രൈമറി ഡേറ്റ. In this method, the investigator uses the telephone to contact with the respondent. ഈ മെത്തേഡിന്റെ പ്രത്യേകത, ഇൻവെസ്റ്റിഗേറ്റർ ടെലിഫോണിലൂടെ റെസ്പോണ്ടന്റിനെ ബന്ധപ്പെടുന്നു. The investigator uses the telephone to contact with the respondent. A telephone interview is a modern method for collecting primary data. Investigator uses the telephone to contact with the respondent. What are the merits and demerits? Merits: it is less cost, means ചെലവ് കുറഞ്ഞതാണ്. 2, less time taking, കുറച്ച് സമയം മതി. 3, it helps to clear the doubts, സംശയങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. 4, less influence on the respondent, റെസ്പോണ്ടന്റിന്റെ ഭാഗത്ത് നിന്നും കുറഞ്ഞ സ്വാധീനം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ വാട്ട് ആർ ദ മെറിറ്റ്സ്? ലെസ് കോസ്റ്റ്ലി, less time taking, it helps to clear the doubt of the respondent, less influence on the respondent. What is telephone interview? Telephone interview is a modern method for collecting primary data. ടെലിഫോൺ ഇന്റർവ്യൂ ആണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള ആധുനികമായ രീതി. ഈ മെത്തേഡിന്റെ പ്രത്യേകത, ഇൻവെസ്റ്റിഗേറ്റർ യൂസ് ദ ടെലിഫോൺ ടു കോണ്ടാക്ട് വിത്ത് റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റുമായിട്ട് ബന്ധം പുലർത്തുന്നതിന് ഇൻവെസ്റ്റിഗേറ്റർ ടെലിഫോൺ ഉപയോഗിക്കുന്നു. അങ്ങനത്തെയാണ് ഈ മെത്തേഡിന്റെ മെറിറ്റ് എന്ത്, ഡിമെറിറ്റ് എന്ത്? മെറിറ്റിൽ 1, ഗുണങ്ങൾ എന്ത്, ദോഷങ്ങൾ എന്ത്? 1, ലെസ് കോസ്റ്റ്ലി മീൻസ് ലെസ് എക്സ്പെൻസീവ്, പൈസ കുറച്ച് മതി. 2, ലെസ് ടൈം ടേക്കിംഗ്, കുറച്ച് സമയം മതി. 3, ഹെൽപ്പ് ടു ക്ലിയർ ദ ഡൗട്ട്സ്, സംശയങ്ങളെല്ലാം തീർക്കുന്നതിന് സഹായിക്കുന്നു. ലെസ് ഇൻഫ്ലുവൻസ് ഓൺ ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റിന്റെ ഭാഗത്തു നിന്ന് കുറഞ്ഞ പ്രതികരണം മാത്രം മതി. അപ്പൊ മെറിറ്റ് ഒന്നുകൂടെ, ലെസ് കോസ്റ്റ്ലി, കുറച്ച് പൈസ മതി. ലെസ് ടൈം, കുറച്ച് സമയം മതി. ഇറ്റ് ക്ലിയർ ദ ഡൗട്ട് ഓഫ് ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റ് ഉണ്ടായേക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാ സംശയങ്ങളും ഇതിനകത്ത് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ലെസ് ഇൻഫ്ലുവൻസ് ഓൺ ദ റെസ്പോണ്ടന്റ്, റെസ്പോണ്ടന്റിന്റെ ഭാഗത്തു നിന്നും കുറഞ്ഞ പ്രതികരണങ്ങൾ മതി. എങ്കിൽ വാട്ട് ആർ ദ ഡിമെറിറ്റ്സ്? 1, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എ വാസ്റ്റ് സ്റ്റഡി, വിശാലമായ പഠനത്തിന് സഹായകം അല്ല. ഫസ്റ്റ് ഡിമെറിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എ വാസ്റ്റ് സ്റ്റഡി. 2, മെനി പീപ്പിൾ മേ നോട്ട് ഓൺ ടെലിഫോൺ, മിക്ക ആളുകളെയും
ടെലിഫോൺ ഉണ്ടാവണമെന്നില്ല. 3. റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ് കനോട്ട് ബി വാച്ച്ഡ്. അങ്ങനെ ടെലിഫോൺ ഇല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാവുന്ന പ്രതികരണങ്ങൾ മനസ്സിലാക്കാവുന്നതിന് പറ്റുന്നില്ല. അപ്പൊ 3 ഡീമെറിറ്റേ ഉള്ളത്. 1, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എ വാസ്റ്റ് സ്റ്റഡി. വിശാലമായ ഒരു പഠനത്തിന് ഈ മെത്തേഡ് പ്രാക്ടിക്കൽ അല്ല. 2, മെനി പീപ്പിൾ ഡു നോട്ട് ഓൺ അല്ലെങ്കിൽ മേ നോട്ട് ഓൺ അല്ലെങ്കിൽ കനോട്ട് ബി ഓൺ ടെലിഫോൺ. മിക്ക ആളുകൾക്കും ടെലിഫോൺ ഉണ്ടാവണമെന്നില്ല. 3, റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ് കനോട്ട് ബി വാച്ച്ഡ്. ആ ഒറ്റ കാരണത്താൽ റെസ്പോണ്ടന്റിന് ഉണ്ടായേക്കാവുന്ന പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ടെലിഫോൺ ഇന്റർവ്യൂ ഇത്രയുള്ള നോട്ട്. മോഡേൺ മെത്തേഡ് ഫോർ കളക്ടിംഗ് പ്രൈമറി ഡേറ്റ. മലയാളം മനസ്സിലായി കാണും. ആധുനികമായ രീതിയാണ് ടെലിഫോൺ ഇന്റർവ്യൂ. പിന്നീട് പ്രത്യേകത, ഈ മെത്തേഡിൽ ഇൻവെസ്റ്റിഗേറ്റർ യൂസ്ഡ് ടെലിഫോൺ. ഇൻവെസ്റ്റിഗേറ്റർ ടെലിഫോണിനെ ആശ്രയിക്കുന്നു ടു കോണ്ടാക്ട് വിത്ത് റെസ്പോണ്ടന്റ്. ആരുമായിട്ട് ബന്ധം പുലർത്തുന്നതിന് റെസ്പോണ്ടന്റ്. അതാണ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാൾഡ് ക്വസ്റ്റ്യനർ ഈസ് പ്രിപ്പയർഡ്. ഒരു കൂട്ടം ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. ആൻഡ് കളക്ട് ആൻസേഴ്സ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. പല മാർഗങ്ങളിലൂടെ ഉത്തരങ്ങൾ ശേഖരിക്കപ്പെടുന്നു. വാട്ട് ആർ ദ മെറിറ്റ്സ്? 1, ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ചെലവ് കുറഞ്ഞ രീതിയാണ്. 2, ഇറ്റ് ഈസ് ദ ഒൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ് ഓർ റൂറൽ ഏരിയാസ്. 3, ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. യുക്തിസഹമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ രീതിയാണിത്. 4, ഇറ്റ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന് ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ ഈ മെത്തേഡ് കണക്കിലെടുക്കുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കുന്നില്ല ഇതിനകത്ത്. അപ്പോൾ വാട്ട് ആർ ദ മെറിറ്റ്സ്? ലെസ് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് ദ ഒൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ റെസ്പോണ്ടന്റ്. ഇത്ര ദോഷങ്ങൾ എന്തൊക്കെയാണ്? 1, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ബൈ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്. നിരക്ഷരായ ആളുകൾക്ക് ഈ രീതി പറ്റിയതല്ല. 2, റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ് കനോട്ട് ബി വാച്ച്ഡ്. റെസ്പോണ്ടന്റ് ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ ഈ മെത്തേഡ് കണക്കിലെടുക്കുന്നില്ല. 3, ഇറ്റ് ഡസ് നോട്ട് അലോ ടു ക്ലാരിഫൈ ദ ഡൗട്ട്സ് ഓഫ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റ് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ഈ മെത്തേഡിനകത്ത് പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ബൈ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്. മലയാളത്തിൽ നിരക്ഷരായ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതി അല്ല ഇത്. 2, റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ് കനോട്ട് ബി വാച്ച്ഡ്. റെസ്പോണ്ടന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കണക്കിലെടുക്കുന്നില്ല. 3, ഇറ്റ് ഡസ് നോട്ട് അലോ അനുവദിക്കുന്നില്ല ടു ക്ലാരിഫൈ മീൻസ് ടു ക്ലിയർ ദ ഡൗട്ട്സ് ഓഫ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിനുണ്ട് ഭാവിയിലുള്ള സംശയങ്ങളൊന്നും ഈ മെത്തേഡിനകത്ത് പൂർത്തീകരിക്കുന്നില്ല. 1, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ബൈ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്. റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ് കനോട്ട് ബി വാച്ച്ഡ്. ഇറ്റ് ഡസ് നോട്ട് അലോ ടു ക്ലാരിഫൈ ദ ഡൗട്ട്സ് ഓഫ് ദ റെസ്പോണ്ടന്റ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനർ? ഒരു നല്ല ചോദ്യാവലിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? 1, 5 പോയിന്റ് ആണ്. 1, ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. ചോദ്യങ്ങളെല്ലാം ലളിതമായിരിക്കണം, അതുപോലെ തന്നെ വ്യക്തമായിരിക്കണം. ഇംഗ്ലീഷ്, ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ആൽസോ ക്ലിയർ. 2, ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ബ്രീഫ്. ചോദ്യങ്ങളെല്ലാം ലഘുവായിട്ടേ ചോദിക്കാവൂ. 3, ക്വസ്റ്റ്യൻസ് മേ നോട്ട് ബി യൂസ്ഡ് ഡബിൾ നെഗറ്റീവ്സ്. മൈനസ് ഉത്തരങ്ങൾ വരുന്ന അല്ലെങ്കിൽ കിട്ടാത്ത ചോദ്യങ്ങൾക്കൊന്നും ചോദ്യങ്ങൾ ചോദിക്കരുത്. ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഡബിൾ നെഗറ്റീവ്സ്. 4, ക്വസ്റ്റ്യൻസ് ഷുഡ് ബി മൂവ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ. അതിൻ്റെ വേറെ വാക്ക് സ്പെസിഫിക്. 5, ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി എ മിസ്ലീഡിങ് വൺ. ചോദ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാവരുത്. ആൻഡ് ആൽസോ ഗീവ് എ ക്ലൂ ടു ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന് മനസ്സിലാവുന്ന രീതിയിലൊരു ക്ലൂ ആ ക്വസ്റ്റിനകത്ത് അടങ്ങിയിരിക്കണം. ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ബ്രീഫ്. ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അല്ലെങ്കിൽ മേ നോട്ട് ബി യൂസ്ഡ് ഡബിൾ നെഗറ്റീവ്സ്. 4, ക്വസ്റ്റ്യൻസ് ഷുഡ് ബി മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. 5, ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി എ മിസ്ലീഡിങ് വൺ. ചോദ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ആവരുത്. ആൻഡ് ആൽസോ ഗീവ് എ ക്ലൂ ടു ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന് മനസ്സിലാവുന്ന രീതിയിലൊരു ക്ലൂ അല്ലെങ്കിൽ എലമെന്റ് അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ വാട്ട് ആർ ദ ക്വാളിറ്റീസ്? ക്വസ്റ്റ്യൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. ക്വസ്റ്റ്യൻ ഷുഡ് ബി ബ്രീഫ്. ക്വസ്റ്റ്യൻസ് മേ നോട്ട് ബി ഓർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഡബിൾ നെഗറ്റീവ്സ്. ക്വസ്റ്റ്യൻസ് ഷുഡ് ബി മൂവ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക്. Questions should may not be a misleading one and also give a clue to the respondent.